ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് അനുസ്വാർ, അനുനാസിക്, പഞ്ചമാക്ഷർ. 7-8 ക്ലാസ്സുകളിലൊക്കെ ചോദിക്കുന്നതാണ്. ഒരു വേർഡ് തന്നിട്ട് ഈ ശബ്ദമേ കോൺസ പഞ്ചമാക്ഷർ ചിപാ ഹുവാ ഹേ. ഒരു പഞ്ചമാക്ഷർ ഒരു എക്സാമിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്കിന്ന് അനുസ്വാർ, അനുനാസിക് പിന്നീട് പഠിക്കാം. പഞ്ചമാക്ഷർ പഠിച്ചതിന് ശേഷം നമുക്ക് അനുസ്വാർ, അനുനാസിക് എന്താണെന്ന് നോക്കാം. അപ്പോൾ പഞ്ചമാക്ഷർ പഠിച്ചെങ്കിൽ മാത്രമേ നമ്മൾ അനുസ്വാർ പറയുമ്പോൾ അറിയാൻ പറ്റൂ. അപ്പോൾ നമുക്ക് ആദ്യം പഞ്ചമാക്ഷർ എന്താണെന്ന് നോക്കാം. പഞ്ചമാക്ഷർ പഠിക്കണമെങ്കിൽ വ്യഞ്ജനാക്ഷരത്തെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ, 1-2 കാര്യങ്ങൾ, അത്യാവശ്യ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതിന് നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങൾ എല്ലാവർക്കും അറിയില്ല. ക, ഖ, ഗ, ഖ, ങ, ച, ച, ജ, ച, ഞ, ട, ഠ, ഡ, ഠ, ന, ത, ഇഥ, ദ, ഥ, ന, പ, ഇഫ, ബ, ഇഫ, മ. ഇത്രയാണല്ലോ വ്യഞ്ജനാക്ഷരങ്ങൾ. ഇത് നമ്മൾ ഉച്ചാരണ രീതി അനുസരിച്ച് നമ്മൾ ഇതിനെ കവർഗു എന്ന് പറയും. ഫസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞു നോക്കി. വ്യഞ്ജനാക്ഷരത്തിന്റെ ഫസ്റ്റ് ലൈൻ അത് ഉച്ചരിക്കുന്ന രീതിയോട് കണ്ട് തൊണ്ടയിൽ വെച്ചാണ് നമ്മൾ ഈ ക, ഖ, ഗ, ഖ, ങ പറയുന്നത്. അതിന് നമ്മൾ പറയും കണ്ട് എന്ന് പറയും. കണ്ട് സേ ബോൾട്ടേ ഹേ. നെക്സ്റ്റ് ഏതാണ്? ച, ച, ജ, ഇച്ഛ, ഞ. എന്താണ്? താലു. ആ കണ്ടത്തിന് തൊട്ട് മുകളിലായിട്ട് ഉള്ള സ്ഥലത്ത് വെച്ചാണ് നമ്മൾ ഈ ച, ഇച്ഛ, ജ, ഇച്ഛ, ഞ പറയുന്നത്. നെക്സ്റ്റ് ട, ഠ, ഡ, ഠ, ന. ഇത് മൂർധ എന്ന് പറയും. മൂർധ സേ ബോൾട്ടേ ഹേ. നമ്മൾ നാക്ക് വളച്ച് ആ താലുവിന് തൊട്ട് അടുത്ത് വരുന്ന ഭാഗമാണ് മൂർധ. നെക്സ്റ്റ് ത, ഥ, ദ, ഥ, ന. നമ്മൾ എവിടെ വെച്ച് ഉപയോഗിക്കുന്നത്? നാക്ക് വളച്ച് പല്ലിൽ തൊട്ടുകൊണ്ട്. അതാണ് ദന്തി എന്ന് പറയും. ദന്തി. അടുത്തത് പ, പ, ബ, ഫ, മ. അത് എന്താണ്? ഓഷ്ട്. ചുണ്ട് വെച്ചാണ് നമ്മൾ പറയുന്നത്. ഇങ്ങനെയാണ് നമ്മളിതിനെ തരംതിരിച്ച് ധ്വനിയുടെ അനുസരിച്ച് എവിടെ വെച്ചാണ് നമ്മൾ പറയുന്നത് അതനുസരിച്ചാണ് നമ്മളിതിനെ കണ്ട്, താലു, മൂർധ, ദന്തി, ഓഷ്ട എന്ന് പറയുന്നത്. ഇത് ഓർത്തിരിക്കണ കെ, ടി, താലു എന്നുള്ളതിന് മൂർധ, എം, ദന്തി, ഓഷ്ടം കൂടെ ചേർത്തിട്ട് നമുക്ക് ദോ എന്ന് ഓർത്തിരിക്കാം. ദോ, ദന്തിന്റെ ദായും ഈ ഓയുടെ ഓയും. ഇത് കെ, ടി, എം, ഓ എന്ന് ഓർത്തിരുന്നാൽ നമുക്ക് ഇത് ഓർഡറിന് മനസ്സിലാവും. കെ, ടി, എം, ഓ. അപ്പോൾ നമ്മൾ ഇത് പഞ്ചമാക്ഷരത്തിന് ഇത് വേണ്ട, പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഈ പഞ്ചമാക്ഷരത്തിന് പ്രധാനമായിട്ട് നമുക്ക് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ക, ഖ, ഗ, ഖ, ങ. ഇതിൽ പറഞ്ഞപ്പോഴും ഇതിൽ 5 ലെറ്റേഴ്സ്, ഈ 5 ലെറ്റേഴ്സ് ഒരു കുടുംബത്തിൽ പെടുന്നതാണ്. ച, ച, ജ, ച, ഞ. ഇത് 5 ലെറ്റേഴ്സും ഒരു കുടുംബത്തിൽ പെടുന്നതാണ്. ട, ഠ, ഡ, ഠ, ന. ഇത് ഒരു കുടുംബത്തിൽ പെടുന്നതാണ്. ത, ഥ, ദ, ഥ, ന. ഇത് ഒരു കുടുംബത്തില്. പ, ഫ, ബ, ഫ, മ ഒരു കുടുംബത്തിൽപ്പെട്ടെ. അപ്പോൾ ഈ കുടുംബത്തിലെ എല്ലാം ഫസ്റ്റ് ലെറ്റർ ഉണ്ടോ? ക, ച, ത, ത, പ. ഓരോ കുടുംബത്തിലെയും ഫസ്റ്റ് ലെറ്ററിനാണ് പ്രാധാന്യമുള്ളത്. ഇതാണ് ഇവിടുത്തെ പ്രധാനി എന്ന് പറയുന്നത്. ഓരോ കുടുംബത്തിലെയും പ്രധാനി എന്ന് പറയുന്നത് ഫസ്റ്റ് ലെറ്ററാണ്. ഈ കുടുംബത്തിലെ പ്രധാനി ഇത്, ഈ കുടുംബത്തിലെ 5 മെമ്പേഴ്സ് ഉള്ളതിൽ ഏറ്റവും പ്രാധാന്യമുള്ള ലെറ്റർ ഏതാണ്? ഫസ്റ്റ് ലെറ്ററാണ്. അപ്പോൾ ഈ ഫസ്റ്റ് ലെറ്ററിന്റെ പേരിലാണ് ഈ കുടുംബം അറിയപ്പെടുന്നത്. ഇതിനെ അറിയുന്ന പേരാണ് കവർഗ്. ഈ കുടുംബത്തിനെ അറിയപ്പെടുന്ന പേരാണ് കവർഗ്. ഇത് ഏത് കുടുംബമാണ്? ചവർഗ്. ഇത് ഏത് കുടുംബമാണ്? ടവർഗ്. ട എന്നുള്ള ലെറ്ററിനാണ് ഇവിടെ പ്രാധാന്യം. ഫസ്റ്റ് ലെറ്റർ ടവർഗ്. ഇത് ഏത് കുടുംബമാണ്? തവർഗ്. ഇത് ഏത് കുടുംബമാണ്? പവർഗ്. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഈ കുടുംബം എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായല്ലോ. ഫസ്റ്റ് ഈ ഓരോ കുടുംബത്തിലെയും ഫസ്റ്റ് ലെറ്ററിനാണ് പ്രാധാന്യം. ആ ലെറ്ററിന്റെ പേരിലാണ് ഈ കുടുംബങ്ങൾ അറിയപ്പെടുന്നത്. ഇത് 5 മെമ്പേഴ്സ് ആണ്. അപ്പോൾ ഓർത്തിരിക്കണം, ഓരോ കുടുംബത്തിലും ഏതൊക്കെ ലെറ്റേഴ്സ് ആണെന്നുള്ളത് ഓർത്തിരിക്കണം. ഒരു കുടുംബത്തിൽ 5 ലെറ്റേഴ്സ് ആണ്. അത് ഇതൊക്കെയാണ്. പഞ്ചമാക്ഷരത്തിന് ഇതാണ് നമുക്ക് പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത്. ചവർഗത്തിൽപ്പെട്ടതാണ് ഈ 5 ലെറ്റേഴ്സ്. ടവർഗത്തിൽപ്പെട്ടത്, തവർഗത്തിൽപ്പെട്ടത് ഇത്, പവർഗത്തിൽപ്പെട്ടത് ഇത്. ഇതാണ് ഒരു കുടുംബം എന്ന് പറയുന്നത്. അവരുടെ ഓരോ കുടുംബങ്ങളാണ്. ഇനി ഈ കുടുംബത്തിന്റെ ലാസ്റ്റ് വരുന്ന അക്ഷരങ്ങൾ ഇത് നോക്കാം. ഇതിനെ ഓരോന്നിനെയും നമ്മൾക്ക് എത്രാമത്തെ അക്ഷരം വെച്ചാണ് നമുക്ക് വേർതിരിക്കാൻ പറ്റും. ഇത് താഴോട്ടും വേർതിരിക്കാൻ പറ്റും. ഇത് പഹല വർണ്ണ. ഇതിലെ ആദ്യത്തെ ആളാണ്. രണ്ടാമത്തെ ആളിന് പറയും ദൂസര. മൂന്നാമത്തെ ആളിനെ നമ്മൾ പറയും തീസര. നാലാമത്തെ ആള് ചൗധ. അഞ്ചാമത്തെ ആളിന് പറയുന്നത് പാഞ്ചുവ. അഞ്ചാമത്തെ ആളിന്റെ പേരാണ് പാഞ്ചുവ. 5ാമത്തെ അക്ഷരങ്ങൾ. അപ്പോൾ ഇതിലെ ഓരോ കുടുംബത്തിലെയും ഒന്നാമത്തെ ആളിനെ പഹല എന്ന് പറയും, രണ്ടാമത്തെ ലെറ്ററിനെ ദൂസര, മൂന്നാമത്തെ ലെറ്റർ തീസര, നാലാമത്തെ ലെറ്റർ ചൗധ, 5ാമത്തെ ലെറ്റർ
പാഞ്ചുവാം. അപ്പോൾ ഈ അഞ്ചാമത്തെ ഈ ലെറ്റേഴ്സ് ങ, ഞ, ണ, ന, മ. അപ്പോൾ ഈ 5 ലെറ്റേഴ്സിനാണ് നമ്മൾ പഞ്ചമാക്ഷരം എന്ന് പറയുന്നത്. ഈ 5 ലെറ്റേഴ്സാണ് ഈ വ്യഞ്ജനാക്ഷരം എന്ന് പറയുന്ന ഈ കുടുംബത്തിലെ ഈ ലാസ്റ്റ് വരുന്ന 5 മെമ്പേഴ്സിനെയാണ് 5 ലെറ്റേഴ്സിനെയാണ് നമ്മൾ എന്താണ് പഞ്ചമാക്ഷരം എന്ന് പറയുന്നത്. പാഞ്ചുവാം വർണ്ണം, ഈ 5 വർണ്ണങ്ങളെയാണ് നമ്മൾ പഞ്ചമാക്ഷരം എന്ന് പറയുന്നത്. പഞ്ചമാക്ഷരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പഞ്ചമാക്ഷരം നമ്മൾ ഒരു വേർഡിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇത് ഇവിടെ വരെ മനസ്സിലായല്ലോ. സ്പർശ വ്യഞ്ജനത്തോടൊപ്പം മാത്രമേ നമ്മൾ പഞ്ചമാക്ഷരം ഉപയോഗിക്കൂ. അത് എത്ര ഓർത്തിരിക്കണം ഉപയോഗിക്കൂ. ഇനി ബാക്കി എന്താണെന്ന് നോക്കാം. എക്സാമിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ ഗംഗ, इस शब्द में गंगा, इस शब्द में कौन सा मीन्स ഏത്, कौन सा पंचमाक्षर छिपा हुआ है. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിവിടെ നിൽക്കട്ടെ. നമുക്ക് ഇതെങ്ങനെയാണ് പഞ്ചമാക്ഷരം ഉപയോഗിക്കുന്നത് നോക്കി കഴിയുമ്പോൾ, എങ്ങനെയാണെന്ന് ആ നിയമം പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കാം. നമുക്കൊരു പഞ്ചമാക്ഷരം ഉപയോഗിച്ചൊരു വേർഡ് എഴുതി നോക്കാം. ചണ്ട. ഇത് പഞ്ചമാക്ഷരം ഉപയോഗിച്ച് എഴുതണം. ചണ്ട. ഇതെങ്ങനെ പഞ്ചമാക്ഷരം ഉപയോഗിക്കുന്നത് നോക്കാം നമുക്ക്. ഈ ബിന്ദി ഉണ്ടല്ലോ, ഇത് അമ്മാണ്, അംകി മാത്രയാണ്, അനുസ്വാറാണ്. ഈ ബിന്ദി വരുന്ന വേർഡിലാണ് നമ്മൾ ഇതിനെ പഞ്ചമാക്ഷരമാക്കി പഞ്ചമാക്ഷരം ഉപയോഗിച്ച് എഴുതാൻ പോവാണ്. ഈ ബിന്ദി കണ്ടല്ലോ, ഇച്ച ആദ്യം എഴുതുക. ഈ ബിന്ദി കഴിഞ്ഞ് വരുന്നത്, ഈ ബിന്ദിക്ക് പകരമാണ് നമ്മൾ പഞ്ചമാക്ഷരം ഉപയോഗിക്കുന്നത്. ഈ പഞ്ചമാക്ഷരം ചുരുങ്ങിയാണ് ഈ ബിന്ദിയായിട്ട് ഇവിടെ ഇരിക്കുന്നത്. ഈ ബിന്ദിക്ക് പകരമാണ് നമ്മളിവിടെ പഞ്ചമാക്ഷരം ഉപയോഗിച്ച് എഴുതുന്നത്. അപ്പോൾ ച കഴിഞ്ഞു ഈ അടുത്ത അക്ഷരം കണ്ടോ, ഡ. ഡ ഏത് കുടുംബത്തിൽപ്പെട്ടതാണ്? ത, ഠ, ഡ, ഠ, ന. ഈ കുടുംബത്തിൽ ടവർഗത്തിൽപ്പെട്ടതിൽ ഈ ഡ എന്ന് പറയുന്ന അക്ഷരം, ഈ ഡ എന്ന് പറയുന്ന അക്ഷരം. അപ്പോൾ ഇതിൻ്റെ പഞ്ചമാക്ഷരം ഏതാ? അഞ്ചാമത്തെ അക്ഷരം ന. അപ്പോൾ ഈ വാക്കിലെ പഞ്ചമാക്ഷരം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം. നേർവരെ ഉള്ള അക്ഷരത്തിൻ്റെ പകുതി മാത്രമേ നമ്മൾ പഞ്ചമാക്ഷരത്തിലും ഉപയോഗിക്കൂ. അപ്പോൾ നായുടെ പകുതി ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബാക്കി അതുപോലെ എഴുതുക. ഇങ്ങനെയാണ് പഞ്ചമാക്ഷരം ഉപയോഗിച്ച് എഴുതുന്നത്. അടുത്ത ഒരെണ്ണം നോക്കാം. ബന്ധർ. ബന്ധർ ഈസിയാണ് ഇത് ചെയ്യാൻ. ബന്ധർ നോക്കി. ബാ ആദ്യം എഴുതുക. അതിന് ശേഷം ഈ ഡോട്ട് അംകി മാത്രം കഴിഞ്ഞ് വരുന്ന അക്ഷരം ഏതാണ്? ദ. അതേത് കുടുംബത്തിൽപ്പെട്ടയാണ്? ത, ഇഥ, ദ, ഇഥ, ന. ഏത് കുടുംബത്തിൽപ്പെട്ടയാണ്? ഈ ദ. ഈ തവർഗത്തിൽപ്പെട്ടയാണ് ഈ ദ. അപ്പോഴും അതിൻ്റെ പഞ്ചമാക്ഷരം ഏതാണ്? ന. കണ്ടോ? അപ്പോൾ ഇവിടെ എഴുതേണ്ട അക്ഷരം ഏതാണ്? ഞായാണ്. നേർവരയുണ്ട്. അപ്പോൾ നേർവര മാറ്റിയിട്ട് ന, ദ, ർ. കണ്ടല്ലേ? ഇങ്ങനെയാണ് ഇതിൻ്റെ നിയമം. പഞ്ചഭാഷ ഉപയോഗിച്ച് എഴുതുന്ന നിയമം എന്ന് പറഞ്ഞാൽ അംകി മാത്രം കഴിഞ്ഞ് വരുന്ന വ്യഞ്ജനാക്ഷരം ഏത് വർഗത്തിൽപ്പെട്ടയാണെന്ന് നോക്കണം. എന്നിട്ട് ആ വർഗത്തിൻ്റെ പഞ്ചമാക്ഷരം വേണം ആ വേർഡിൽ എഴുതാൻ. മനസ്സിലായില്ലേ? ഇനി വേണം പറയാം. സംബന്ധ്. സംബന്ധ് നമുക്ക് എഴുതി നോക്കാം. ഇവിടെ ഈ ഡോട്ട് കഴിഞ്ഞിട്ട് അംകി മാത്രം കഴിഞ്ഞിട്ട് വന്ന ഏതാണ്? ബിന്ദി കഴിഞ്ഞിട്ട് വന്ന അക്ഷരം ബ. അത് ഏത് കുടുംബത്തിൽപ്പെട്ടയാണ്? പ, ഫ, ബ, ഫ, മ. ഈ കുടുംബത്തിൽപ്പെട്ടയാണ് ഏതാണ്? ബ. ഇതിൻ്റെ പഞ്ചമാക്ഷരം ഏതാണ്? മ. ഉണ്ടല്ലേ? ഇപ്പോഴത് എഴുതേണ്ടത് സാ. മായുടെ പകുതി നേർവരയുണ്ട്, അതിൻ്റെ ഹാഫ് എടുക്കുക. അതിനുശേഷം ബ എഴുതുക. പിന്നെ ഒരു ഡോട്ട് വന്നു ഇവിടെ, അംകി മാത്രം വന്നു. ഇവിടെ അത് കഴിഞ്ഞ് വരുന്ന അക്ഷരം ഏതാ? ഇഥ. ഇഥ ഏത് കുടുംബത്തിൽപ്പെട്ടയാണ്? തവർഗത്തിൽപ്പെട്ടയാണ്. അറിയാലോ? താ, ഇഥ, ദാ, ഇഥ, ന. അതിൻ്റെ പഞ്ചമാക്ഷരം ഏതാണ്? ന. ലാസ്റ്റ് വരുന്നത് ന. അപ്പോൾ അതിൻ്റെ പകുതി, ആ ഞായുടെ പകുതി വീണ്ടും ഇവിടെ എഴുതുക. ഞായുടെ പകുതി എഴുതുക. നെക്സ്റ്റ് ആ ലെറ്റർ അതുപോലെ എഴുതുക. ഇങ്ങനെയാണ് പഞ്ചമാക്ഷരം ഉപയോഗിച്ച് എഴുതുന്നത്. മനസ്സിലായല്ലേ?
ഏത് അക്ഷരം വന്നാലും ഏത് വേർഡ് കിട്ടിയാലും ഇനി നിങ്ങൾക്ക് പഞ്ചഭാഷ എഴുതാൻ ഈസിയാണ്. എന്ന് പറഞ്ഞാൽ അങ്കി മാത്ര കഴിഞ്ഞ ആ ബിന്ദി കഴിഞ്ഞ് വരുന്ന അക്ഷരം ഏത് വർഗത്തിൽപ്പെട്ടതാണെന്ന് നോക്കണം. നോക്കിയതിന് ശേഷം അതിൻ്റെ ഫുൾ നേർവര ഉള്ള അക്ഷരമാണെങ്കിൽ അതിൻ്റെ ഹാഫ് എഴുതുക, നേർവര ഇല്ലാത്ത അക്ഷരമാണെങ്കിൽ അതിൻ്റെ ഫുള്ളും എഴുതുക. ഫുൾ എഴുതി ഹൽച്ചിഹ്നം കൊടുക്കുക. നേർവര ഇല്ലാത്തതിന് ഹൽച്ചിഹ്നം കൊടുക്കുക. ഇനി നമുക്ക് ഗംഗ ചെയ്യാൻ പറ്റുമല്ലോ. ഗംഗ എന്നുള്ളത് നോക്കുക എങ്ങനെയാണ്. ഇത് ഏത് വർഗത്തിൽപ്പെട്ട ബിന്ദി കഴിഞ്ഞിട്ട് വരുന്ന അക്ഷരം ഏത് വർഗത്തിൽപ്പെട്ടാണ്? ക ഖ ഗ ഖ ങ. ങായാണ് അതിൻ്റെ പഞ്ചമാക്ഷരം. അപ്പോൾ ഗ ങ നേർവര ഇല്ലാത്ത അക്ഷരമാണ് ങ. അതുപോലെ എഴുതുക. എന്താണ് ഹൽച്ചിഹ്നം കൊടുക്കുക, ഗ എഴുതുക. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന പഞ്ചമാക്ഷരം ഏതാ? ഈ ശബ്ദമേ കോൻസ പഞ്ചമാക്ഷരം ചിപാ ഹുവാ ഹെ. ഈ ങ എന്ന് പറയുന്ന പഞ്ചമാക്ഷരമാണ് അതിൽ ഒളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നാൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഇനി നിങ്ങൾക്ക് എഴുതാൻ പറ്റും. നിയമം ഓർത്തിരുന്നാൽ മതി. ബിന്ദി കഴിഞ്ഞ് വരുന്ന വ്യഞ്ജനാക്ഷരം ഏത് വർഗത്തിലാണെന്ന് നോക്കുക. ആ വർഗത്തിന്റെ 5ാമത്തെ അക്ഷരം അവിടെ എടുത്ത് എഴുതുക. അങ്ങനെയാണ് പഞ്ചമാക്ഷരം ഉപയോഗിച്ച് സ്പർശവ്യഞ്ജനത്തിനോടൊപ്പം ഇത് ഇങ്ങനെയാണ് എഴുതുക. സ്പർശവ്യഞ്ജൻ ഏത് വന്നാലും ഡോട്ട് കഴിഞ്ഞിട്ട് ഈ ബിന്ദി കഴിഞ്ഞ് ഏത് നമ്മൾ 25 ലെറ്റേഴ്സ് ഇപ്പം കച്ചേട്ടത്തപ്പ പഠിച്ചല്ലോ. ആ 25 ലെറ്റേഴ്സിൽ ഏത് ലെറ്റർ ഈ ബിന്ദി കഴിഞ്ഞ് വന്നാലും അതിൻ്റെ പഞ്ചമാക്ഷരം അവിടെ എഴുതി. നേർവര ഉള്ളതാണെങ്കിൽ ഹാഫ് എഴുതുക, നേർവര ഇല്ലാത്ത പഞ്ചമാക്ഷരമാണെങ്കിൽ നമ്മൾ ഹൽച്ചിഹ്നം കൊടുത്ത് എഴുതുക. മനസ്സിലായാലും ഇവിടെ വരെ? ഇനി നമുക്ക് സ്പർശവ്യഞ്ജനം അല്ലാതെ യാ ടു ഹ, യാ രാ ലാ വാ ശ ഷ സ ഹ ഇത്രയും വ്യഞ്ജനാക്ഷരങ്ങളില്ലേ, ഇതിൻ്റെ നിയമം ഒന്ന് എഴുതിയിടാം. മനസ്സിലായില്ല? ജിസ്കെ ഊപ്പർ അനുസാർ ലഗാ ഹുവാ ഹെ. ഏതിൻ്റെ മുകളിലാണോ ഈ അംകി മാത്രമേ ഉള്ളത്. ഉസ്കെ ബാദ് വാല വർണ്ണ അതിന് ശേഷം വരുന്ന അക്ഷരം കിസ് വർഗിക്കെ അന്തർഗത ഏത് വർഗത്തിൻ്റെ ഉള്ളിൽപ്പെട്ടതാണോ, ഏത് വർഗത്തിൻ്റെ ഉള്ളിൽപ്പെട്ടതാണോ അതനുസരിച്ച് പഞ്ചമാക്ഷരം ലിഖാ ജാത്ത ഹെ. പഞ്ചമാക്ഷരം എഴുതുന്നു. അതാണ് നമ്മൾ ഇപ്പോഴും പഠിച്ചത്. എക്സാമ്പിൾ വേണമെങ്കിൽ എഴുതാവുന്നൂടെ. പഞ്ചാനനൻ എക്സാമിനൊക്കെ ചോദിക്കുന്നൊരു വേദാണ് പഞ്ചാനനൻ. ഇതിലെഴുതാൻ നോക്കാം. പായുണ്ട്. പാ കഴിഞ്ഞിട്ട് വരുന്ന വർണ്ണം ഏതാണ്? ച. ച ഇച്ച ജ ഇച്ച ഞ. അതിൻ്റെ പഞ്ചവർണ്ണം ഏതാണ്? ഞായാണ്. ഞായുടെ പകുതി വീട് അതുപോലെ എഴുതുക. പഞ്ചാനനൻ ഇതുപോലെ എഴുതുക. ഇങ്ങനെയാണ് നമ്മൾ എക്സാമ്പിൾ എഴുതുന്നത്. പിന്നീട് നമുക്ക് വേറൊരു എക്സാമ്പിൾ കൊടുത്താൽ പന്ത്. പാ ഇത്ത തായ്ത്ത് തായ്ത്ത ന. ഇതിൻ്റെ പഞ്ചവർണ്ണം ഏതാണ്? ന. നയുടെ പകുതി ഇത്ത. ഇതുപോലെയാണ് ഏത് വേട് വന്നാലും സ്പർശവ്യഞ്ജൻ്റെ ഏത് വേട് വന്നാലും ഇതുപോലെ അനുസ്വാർ നോക്കിയിട്ട് അതിന് വലതുവശത്ത് വരുന്ന തൊട്ടടുത്ത് വരുന്ന വർണ്ണം ഏതാണ്, ഏത് വർഗത്തിൽപ്പെട്ടതാണെന്ന് നോക്കുക. അതിൻ്റെ 5ാമത്തെ അക്ഷരം എഴുതുക. ഓക്കെ, ഇതുവരെ മനസ്സിലായല്ലോ? യാ മുതൽ ഹ വരെയുള്ള അക്ഷരങ്ങൾ വന്നാൽ യാ രാ ല വ ശ ഷ സ ഹ ഇതുവരെയുള്ള അക്ഷരങ്ങൾ വന്നാൽ ഇതിനെ നമ്മൾ ഊഷ്മവ്യഞ്ജനം എന്നാണ് പറയുന്നത്. ഇതുവരെയുള്ള അക്ഷരങ്ങൾ വന്നാൽ ഇതിൽ പഞ്ചമാക്ഷരം ചേർക്കേണ്ട. അനുസ്വാറായി തന്നെ അനുസ്വാറായി തന്നെ നിലനിൽക്കും. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ചാൽ മതി. ഇതിൽ പഞ്ചമാക്ഷരം ചേർക്കേണ്ട. നമുക്ക് അതിൻ്റെ നിയമം നോക്കാം. യാ സേ ഹോത്താഹി അനുസ്വാരമായി തന്നെ നിലനിൽക്കും. അവിടെ സ്വരാക്ഷരത്തിൻ്റെ അതേ ഉപയോഗമാണ്. ആ എന്നുള്ള ഉപയോഗമാണ്. അതിൽ നമ്മൾ പഞ്ചമാക്ഷരം ചേർക്കേണ്ട. അപ്പോൾ ഈ പഞ്ചമാക്ഷരം നഹി ഇതിൽ യാതൊരു പഞ്ചമാക്ഷരങ്ങളും ഒരു തരത്തിൽപ്പെട്ട പഞ്ചമാക്ഷരവും ഇല്ല. എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ എഴുതുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. സംയം ഏത് പഞ്ചമാക്ഷരമാണ്? യായാണ്. സാ കഴിഞ്ഞിട്ട് വരുന്ന പഞ്ചമാക്ഷരത്തിലെ വർണ്ണ് യായാണ്. യാരാ ലാവായിൽപ്പെട്ട യായാണ്. അതുകൊണ്ട് ഇതിന് പഞ്ചമാക്ഷരം ചേർത്ത് എഴുതാൻ പറ്റത്തില്ല. ഇത് സംയം എന്ന് തന്നെ അറിയപ്പെടാൻ പറ്റൂ. സംയം എന്ന് തന്നെ സ്വരാക്ഷരം ഇതിൻ്റെ അനുസ്വാരം അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ച് എഴുതിയാൽ മതി. അതുപോലെ ഗംഗയില്ല. സംശോധ് അത് ഏതക്ഷരമാണ്? ഈ ചായാണ് വന്നിരിക്കുന്നത്. ഇതുപോലുള്ള കുറേ വേടുകൾ വരും. ഹംസ് ഇങ്ങനെയൊക്കെയുള്ള ഊഷ്മവ്യഞ്ജനങ്ങൾ യാ മുതൽ യാ രാ ല വ ശ ഷ സ ഹ ഇങ്ങനെയുള്ള ഊഷ്മവ്യഞ്ജനങ്ങൾ വന്നാൽ അതിനെ നമ്മൾ പഞ്ചമാക്ഷരം ഉപയോഗിച്ച് എഴുതാൻ പറ്റത്തില്ല. അത് ഇപ്പം നമുക്ക് ചണ്ട ഡായാണ് ഇവിടെ വരുന്നത്. അവിടെ പഞ്ചമാക്ഷരം ഉണ്ട്. അതിനോടൊപ്പം നമുക്ക് ഇതിൽ ഏതെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അംശ് ഇങ്ങനെയൊക്കെയുള്ള വേടുകൾ തന്നിട്ട് ഇതിൽ സ്വരാക്ഷരം
അനുസ്വാറുള്ള വേഡ് ഏതാണ്, അല്ലെങ്കിൽ പഞ്ചമാക്ഷരം അടങ്ങിയ വേഡ് ഏതാണെന്നൊക്കെ എക്സാമിന് ചോദിച്ചാൽ നമുക്ക് ഇതിൽ നിന്ന് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. പഞ്ചമാക്ഷരമുള്ള വേഡ് ഏതാണെന്ന് ചോദിച്ചാൽ ചണ്ടയാണെന്ന് അറിയാം. അനുസ്വാരം വരുന്ന വേഡ് ഏതാണെന്ന് ചോദിച്ചാൽ അംശമാണ് നമുക്ക് അറിയാം. അപ്പോൾ ഇതാണ് ഇതിന്റെ നിയമം. സ്പർശവ്യഞ്ജനം വരുന്നതിനോട് മാത്രമേ പഞ്ചമാക്ഷരം ചേർക്കൂ. യാ മുതൽ ഹാ വരെയുള്ള അക്ഷരങ്ങളിൽ പഞ്ചമാക്ഷരം ചേർക്കേണ്ട. അത് അനുസ്വാരമായി തന്നെ നിലനിൽക്കും. ഇനി വേറെ നിയമം കൂടി ഇതിലുള്ളത്, दो पंचमाक्षर एक साथ आए तो अनुस्वार का प्रयोग नहीं किया जाएगा. दो पंचमाक्षर एक साथ आए तो രണ്ട് പഞ്ചമാക്ഷരങ്ങൾ ഒരുമിച്ച് വരികയാണെങ്കിൽ അനുസ്വാർ പ്രയോഗിക്കണോ, അനുസ്വാർ का प्रयोग नहीं किया जाएगा. അനുസ്വാർ അവിടെ ഉപയോഗിക്കേണ്ട. രണ്ട് അക്ഷരങ്ങൾ ഒരുമിച്ച് വരികയാണെങ്കിൽ അനുസ്വാർ അവിടെ ഉപയോഗിക്കേണ്ട. പഞ്ചമാക്ഷരം രണ്ട് അക്ഷരങ്ങൾ ഒരുമിച്ച് വരികയാണെങ്കിൽ. അപ്പോൾ നോക്കാം, दो पंचमाक्षर एक साथ आए तो രണ്ട് പഞ്ചമാക്ഷരങ്ങൾ ഒരുമിച്ച് വരികയാണെങ്കിൽ अनुस्वार का प्रयोग नहीं किया जाएगा. अनुस्वार नहीं किया जाएगा. നേരത്തെ പഠിച്ചതുകൊണ്ട് അനുസ്വാർ യാ മുതൽ ഹാ വരെയുള്ള ലെറ്റേഴ്സ് വരികയാണെങ്കിൽ അതിൽ അനുസ്വാരം ഉപയോഗിക്കണം. പഞ്ചമാക്ഷരം ഉപയോഗിക്കേണ്ട. അതിൽ പഞ്ചമാക്ഷരം കാണില്ല. അപ്പോൾ ഇത് പറയുന്നത് രണ്ട് പഞ്ചമാക്ഷരങ്ങൾ, രണ്ട് പഞ്ചമാക്ഷരങ്ങൾ ഒരുമിച്ച് വരികയാണെങ്കിൽ അനുസ്വാർ കാ പ്രയോഗം നഹീ കിയാ ജായേഗ. അനുസ്വാർ അവിടെ വേണ്ട. ഇപ്പോൾ എക്സാമ്പിൾ നോക്കാം. തന്മയ് ഇങ്ങനെയുള്ള വേർഡ്, ഇതിൽ രണ്ട് പഞ്ചമാക്ഷരങ്ങളുണ്ട്. ഇതിന് ഇത് ഞാ പഞ്ചമാക്ഷരമാണ്. താഴത്ത് നായിലെ ഈ പഞ്ചാമത്തെ വർണ്ണമാണ് ഞാ. അതിന്റെ പകുതി എഴുതിയിട്ടുണ്ട്. ഇത് പായ്പമായിലെ പഞ്ചമാക്ഷരമാണ്. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് വന്നാൽ പിന്നെ ഇതുപോലെ തന്നെ എഴുതിയാൽ മതി. ഇതിന് അനുസ്വാർ ചേർക്കണ്ട. തന്മ എന്നുള്ളതിനെ അനുസ്വാർ ചേർത്ത് നമ്മൾക്ക് എഴുതാൻ പറ്റില്ല. തം മ ഇങ്ങനെ എഴുതാൻ പറ്റില്ല. ഇത് തെറ്റാണ്. അപ്പോൾ തന്മയ് രണ്ട് പഞ്ചമാക്ഷരങ്ങൾ ഒരുമിച്ച് വന്നാൽ അത് അതുപോലെ തന്നെ എഴുതിയാൽ മതി. അതിന് അനുസ്വാർ ചേർത്ത് എഴുതണ്ട. തന്മയുണ്ട്. ജന്മ അവിടെ ഞാ പഞ്ചമാക്ഷരമാണ്, മായും പഞ്ചമാക്ഷരമാണ്. ജഗന്നാഥ് രണ്ട് ഇത് രണ്ടും പഞ്ചമാക്ഷരമാണ്. താഴത്തെ നായും ഇതും പഞ്ചമാക്ഷരമാണ്. അവിടെ ഇങ്ങനെയുള്ള വേർഡുകളിൽ നമ്മൾ അനുസ്വാർ ചേർക്കണ്ട, ഡോട്ട് ചേർക്കണ്ട. അതാണ് ഇതിന്റെ നിയമം. ചണ്ടായെ നമ്മൾ ഇങ്ങനെ എഴുതി, താഴെ ചണ്ട. ഗംഗയുടെ പഞ്ചമാക്ഷരം ഏതാണ്? നാ ഇല്ലയോ? താഴത്തെ ഗംഗ. ഇപ്പോൾ ചണ്ടയുടെ പഞ്ചമാക്ഷരം ഇത്. ഇങ്ങനെ പഞ്ചമാക്ഷരം ഹാഫ് പഞ്ചമാക്ഷരത്തോടു കൂടി വരുന്ന വേർഡുകൾക്ക് എന്താണ്, അതിന് വേറൊരു രൂപം കൂടെ പ്രാപിക്കാൻ പറ്റും. എങ്ങനെയാണ്? അതിന് ചേഞ്ച് ചെയ്യാൻ പറ്റും. അനുസ്വാർ ചേർത്ത് അതിനെ എഴുതാൻ പറ്റും. ചണ്ട ഇങ്ങനെ എഴുതാൻ പറ്റും. ഇങ്ങനെ അഥവാ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ഡോട്ട് കൊടുത്ത്, ഏത് പഞ്ചമാക്ഷരമാണെങ്കിലും ഡോട്ട് കൊടുത്ത് എഴുതാൻ പറ്റും. ഈ അനുസ്വാർ ചേർന്ന് വരുന്ന വർണ്ണത്തിന്റെ പഞ്ചമാക്ഷരം കണ്ടുപിടിക്കാൻ നമ്മൾ അടുത്ത അക്ഷരം നോക്കുക. അടുത്ത അക്ഷരം നോക്കി അതിൽ നമ്മൾ ഇതുവരെ നിയമം പഠിച്ചത്. ഇനി അഥവാ എക്സാമിന് ഇങ്ങനെ ചോദിച്ചാലും ഇതിന് അനുസ്വാർ ചേർത്ത് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ഡോട്ട് കൊടുത്ത് അടുത്ത അക്ഷരം പഞ്ചമാക്ഷരം മാറ്റിയിട്ട് ഡോട്ട് കൊടുത്ത് അടുത്ത അക്ഷരം എഴുതിയാൽ മതി. അങ്ങനെ ചേഞ്ച് ചെയ്യുന്ന സ്വഭാവം പഞ്ചമാക്ഷരങ്ങൾക്ക് ഉണ്ട്. മനസ്സിലായാലും ഇതുവരെ? അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് പഞ്ചമാക്ഷരമാണ്. പഞ്ചമാക്ഷരം എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഒരു വർണ്ണത്തിന്റെ മുകളിൽ അനുസ്വാർ വന്നാൽ അത് കഴിഞ്ഞ് വരുന്ന അക്ഷരം നോക്കി അത് ഏത് വർഗത്തിലാണെന്ന് നോക്കുക. എന്നിട്ട് അതിന്റെ ലാസ്റ്റ് പഞ്ചാമത്തെ അക്ഷരം ഏതാണെന്ന്, അതിന്റെ പഞ്ചമാക്ഷരം ഏതാണെന്ന് നോക്കുക. ആ വർഗത്തിന്റെ പഞ്ചമാക്ഷരം ഏതാണെന്ന് നോക്കുക. നോക്കിയതിന് ശേഷം അവിടെ എഴുതുക. പിന്നീട് യാ മുതൽ ഹാ വരെയുള്ള ഊഷ്മവ്യഞ്ജനം വന്നാൽ അതിന് പഞ്ചമാക്ഷരം ഇല്ല. അനുസ്വാർ അതേ രൂപത്തിൽ തന്നെ, സ്വരാക്ഷരത്തിന്റെ അതേ രൂപത്തിൽ തന്നെ നമ്മൾ അതിനെ ഉപയോഗിക്കും. പിന്നീട് നമ്മൾ പഠിച്ച മൂന്നാമത്തെ നിയമം, രണ്ട് പഞ്ചമാക്ഷരങ്ങൾ ഒരേ രീതിയിൽ വന്നാൽ, ഒരു വേർഡിൽ രണ്ട് പഞ്ചമാക്ഷരങ്ങൾ വന്നാൽ അതിന് അനുസ്വാർ ഇല്ല. അനുസ്വാർ നമ്മൾ ഉപയോഗിക്കേണ്ട, ഡോട്ടിട്ട് എഴുതണ്ട. പിന്നെ മൂന്നാമത്തെ നമ്മൾ പഠിച്ചത് ഈ പകുതി പഞ്ചമാക്ഷരത്തോടു കൂടി വരുന്ന വേർഡിനെ അനുസ്വാർ ചേർത്ത് ചേഞ്ച് ചെയ്യാനുള്ള നിയമവും ഉണ്ട്. ഇങ്ങനെ നമുക്ക് എഴുതാനുള്ള നിയമവും ഉണ്ട്.
അപ്പോൾ ഇത് മനസ്സിലായോ? പഞ്ചമാക്ഷരം എന്താണെന്ന് മനസ്സിലായില്ലേ? ഇനി നമ്മൾക്ക് അനുസ്വാറും അനുനാസികമാണ് പഠിക്കാനുള്ളത്. ഈ പഞ്ചമാക്ഷരം പഠിക്കുമ്പോഴേ അനുസ്വാർ അനുസ്വാർ പറഞ്ഞു തരുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ടാണ് നമ്മൾ പഞ്ചമാക്ഷരം പഠിച്ചിട്ട് ഇത് പഠിക്കാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ പഞ്ചമാക്ഷരത്തിൽ ഡൗട്ടില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ അനുസ്വാർ അനുനാസിക എന്താണെന്ന് നോക്കാം. അനുസ്വാർ എന്താണ്? നമ്മൾ അനുസ്വാർ എന്ന് പറഞ്ഞാൽ അങ്ക് എന്ന് പറയത്തില്ലേ, ഇതിൻ്റെ ചിഹ്നം ഏതാണ്? ഇതാണ്. അനുനാസിക എന്ന് പറഞ്ഞാലും ഈ അനുസ്വാറിന് നമ്മളിതാ ഇങ്ങനെ ചിഹ്നം കൊടുത്തിരുന്നതിനാണ് അനുനാസിക, ചന്ദ്രബിന്ദുവിനാണ് അനുനാസിക എന്ന് പറയുന്നത്. ഈ ഡോട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സംസ്കൃത ഭാഷയിലെ നമ്മളിപ്പോൾ പഠിച്ചില്ലേ, പഞ്ചമാക്ഷരം പഠിച്ചില്ലേ, സംസ്കൃത भाषा के शब्दों में संस्कृत भाषा के शब्दों में की मात्रा के लिए നമ്മൾ ചണ്ട എന്ന് പഠിച്ചില്ലേ, ചണ്ട की मात्रा के लिए और पंचमाक्षर के लिए അനുസ്വാർ എന്ന് പറയുന്നത് സംസ്കൃത ഭാഷയ്ക്ക് ശബ്ദവും അംകി മാത്ര കേലി ഉപയോഗിക്കും. നമ്മൾ ഏതാണ്? ഊഷ്മ വ്യഞ്ജനിലാണ്. സംസ്കരൺ, വംശ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മാത്രമേ ഉപയോഗിക്കുന്നു. അതുപോലെ പഞ്ചമാക്ഷർ കേലി ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ ചണ്ട, ഗംഗ ഇതൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, മാത്രം പറഞ്ഞില്ലേ, അതിനാണ് നമ്മൾ ഈ മാത്ര ഉപയോഗിക്കുന്നത്. ഈ എന്നുള്ള ചന്ദ്രബിന്ദു, ഈ ചന്ദ്രബിന്ദു ഉപയോഗിക്കുന്നത് ഹിന്ദി ഭാഷയ്ക്ക് ശബ്ദവുമേ അനുനാസിക, ഇതിന് പറയുന്നതാണ് അനുനാസിക, ഹിന്ദി ഭാഷയ്ക്ക് ശബ്ദവുമേ. हिंदी भाषा के शब्दों में अनुनासिक प्रयोग होते हैं. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ അനുനാസിക പറയുന്നത് നമ്മൾ മൂക്ക് വെച്ചും വാ വെച്ചും കൂടിയാണ്. രണ്ട് മൂക്ക് എന്ന് പറയുമ്പോൾ നാക്കിന്റെ സഹായത്തോടു കൂടിയും, നാക്ക് മീൻസ് മൂക്ക്, നമ്മൾ ഹിന്ദിയിൽ നാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? മലയാളത്തിൽ മൂക്ക്. നാക്ക് അവർ മുഖക്കെ സഹായദാസെ, നാക്കും മുഖം കൂടെ വെച്ചാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ അനുനാസിക ചന്ദ്രബിന്ദു ഉപയോഗിച്ച വേർഡുകൾ നമ്മൾ പറയുന്നത്. അപ്പോൾ വേറെയും രീതിയിൽ ഉപയോഗിക്കാം. ഇത് ഈ അംകി മാത്രയും ഹിന്ദി ഭാഷയിൽ വരുന്നുണ്ട്. എങ്ങനെയാണ്? सिरोरेखा ऊपर वाले मात्राओं के साथ अमकी मात्रा के लिए प्रयोग होते हैं. ഇങ്ങനെയാണ് ശിരോരേഖയ്ക്ക് മുകളിൽ വരുന്ന, ഹിന്ദി ഭാഷയിൽ ശിരോരേഖയ്ക്ക് മുകളിൽ വരുന്ന മാത്രകളോടൊപ്പം അംകി മാത്ര കേലിയെ, എന്നുള്ള മാത്ര സിമ്പൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കും. എങ്ങനെയാണ് നോക്കിയേ? ശിരോരേഖയ്ക്ക് ऊपर वाले मात्रा के साथ अमकी मात्रा के लिए प्रयुक्त होते हैं. ഇങ്ങനെ നോക്കി, ശിരോരേഖയ്ക്ക് ऊपर वाले മാത്ര എന്ന് പറഞ്ഞാൽ എന്നുള്ള മാത്ര, ഈ ഉ റി എ ഐ ഓ ഔ നമ്മൾ വിസർഗവും അനുനാസികമാണ്. അനുസ്വാരം വിസർഗമാണ്, അത് വേണ്ട. ഇത്രയും 10 सिंबल्स. फिर शिरोरेखा के ऊपर वाली रेखाओं मात्राओं के साथ अमकी अनुस्वार का प्रयोग होता है हिंदी भाषा में. എന്താണ്? ശിരോരേഖയ്ക്ക് മുകളിൽ വരുന്ന മാത്രകളോടൊപ്പം എന്നുള്ള സിമ്പിളിന് വേണ്ടിയിട്ട് നമ്മളിത് ഉപയോഗിക്കും. അപ്പോൾ എക്സാമ്പിൾ എഴുതുമ്പോൾ നമുക്ക് നോക്കാം. ഇതാണ് ശിരോരേഖയ്ക്ക് മുകളിൽ വരുന്ന സിമ്പിൾസ്. ഇവിടെ ഉപയോഗിക്കും, ഇവിടെ ഉപയോഗിക്കും, ഇവിടെ ഉപയോഗിക്കും. കണ്ടോ? ഇങ്ങനെയുള്ള ശിരോരേഖയ്ക്ക് മുകളിൽ വരുന്നതിനാണ് നമ്മൾ ഈ അംകി മാത്ര ഹിന്ദി ഭാഷയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഹിന്ദി അംകി മാത്ര നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഹിന്ദി ശിരോരേഖയ്ക്ക് മുകളിൽ വരുന്ന വേർഡുകൾ. ഇവിടെ നഹി നമ്മൾ എഴുതുന്നത് എങ്ങനെ? നഹി ഇതിലെഴുതുന്നത്. നെക്സ്റ്റ് മേം എഴുതുക, അല്ല ഗേന്ത്, ഇങ്ങനെ നമ്മൾ ആക്കി ഈ ഇവിടെ കുത്തത്തിൽ എഴുതുന്നത്. ആയിന്ന് ഉപയോഗിക്കുന്നത് ഇപ്പം
എഴുതാം. ഈ ഓ എന്നുള്ളത് ക്യോ, ഇത് ഔ, ചൗങ്കിന, ചൗങ്കിന എഴുതിക്കൂടെ? ഇങ്ങനെ ശിരോരേഖയ്ക്ക് മുകളിൽ വരുന്ന സിമ്പിൾസിനോടൊപ്പം നമ്മൾ ഈ അംകി മാത്ര എഴുതുന്നു. അതുപോലെ ആം എന്നുള്ള ചന്ദ്രബിന്ദു നമ്മൾ എവിടെ എഴുതുന്നത് നോക്കാം. ചന്ദ്രബിന്ദു ഹിന്ദി ഭാഷയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതെവിടെയാണെന്ന് അറിയാമോ? ചന്ദ്രബിന്ദു നോ ശിരോരേഖയ്ക്ക് നീചേ വാലെ മാത്രാവുങ്കെ സാത്ത്, ശിരോരേഖയ്ക്ക് താഴെ വരുന്ന സിമ്പിൾസിനോടൊപ്പമാണ് നമ്മൾ ഈ ആം എന്നുള്ള ചന്ദ്രബിന്ദു ഉപയോഗിക്കുന്നത്. ഇത് ആ എന്നുള്ള ഇത് ശിരോരേഖയ്ക്ക് താഴെ വരുന്നതാണ് ഊ, ഊ, ഇർ. ഇത്രയും സിമ്പിൾസ് ശിരോരേഖയ്ക്ക് താഴെ വരുന്നതാണ്. അതിനോടൊപ്പമാണ് നമ്മൾ ഈ ചന്ദ്രബിന്ദു ഉപയോഗിക്കുന്നത് ഹിന്ദി ഭാഷയിൽ. അതിൻ്റെ എക്സാമ്പിള് അപ്പം ആ എന്ന് വരുന്നത് കഹാം, ചന്ദ്രബിന്ദു ഉപയോഗിക്കും. അതുപോലെ മുഖ്, പൂഞ്ച്, ഇങ്ങനെയുള്ള വേർഡുകളോടൊപ്പമാണ് നമ്മൾ ചന്ദ്രബിന്ദു ഉപയോഗിക്കുന്നത്. ഇപ്പോൾ മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ ഇതിൽ അനുസ്വാറും അനുനാസികം. അനുസ്വാർ എന്ന് പറഞ്ഞാൽ അംകി മാത്രയ്ക്കാണ് അനുസ്വാർ എന്ന് പറയുന്നത്. ഇതിന് രണ്ട് ചിഹ്നങ്ങളുണ്ട്, സിമ്പലുകളുണ്ട്, അം എന്നുള്ളതും ആം എന്നുള്ളതും. ഈ അം എന്നുള്ള സിമ്പൽ സംസ്കൃത ഭാഷയിലെ ശബ്ദങ്ങളിൽ അംകി മാത്ര കേലിയെ പ്രयोग होते हैं, അതുപോലെ പഞ്ചമാക്ഷർ കേലിയെ പ്രയുക്ത होते हैं. പഞ്ചമാക്ഷരത്തിന് വേണ്ടി നമ്മൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് ആം എന്നുള്ള സിമ്പല് ഹിന്ദി ഭാഷയിൽ ഹിന്ദി ഭാഷയിൽ ശിരോരേഖയ്ക്ക് മുകളിൽ വരുന്ന സിമ്പലുകളോടൊപ്പവും അംകി മാത്ര കേലിയെ പ്രയുക്ത होते हैं. അവർ ആം ചന്ദ്രബിന്ദു എന്ന് പറയുന്നത് ശിരോരേഖയ്ക്ക് താഴെ വരുന്ന സിമ്പലുകളോടൊപ്പവും ചേർക്കുന്നു. മനസ്സിലായോ? ഇത്രയുള്ള അനുസ്വാർ, അനുനാസിക, പഞ്ചമാക്ഷർ. എല്ലാവർക്കും മനസ്സിലായോ? ഇത് അനുസ്വാർ മനസ്സിലായല്ലോ. അനുസ്വാർ എന്ന് പറയുന്നത് ഹിന്ദി ഭാഷയിലെ സംസ്കൃത ഭാഷയിൽ ഉപയോഗിക്കുന്നതാണ്. സംസ്കൃത ഭാഷയിൽ നമുക്ക് അംകി മാത്ര കേലിയെ നമ്മൾ സംസ്കാർ എന്നൊക്കെ എഴുതില്ലേ? സംസ്കാർ, അവിടെ പഞ്ചമാക്ഷരം ഇല്ല, അംകി മാത്രയ്ക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അല്ല അംകി, പിന്നെ പഞ്ചമാക്ഷർ കേലിയെ ചണ്ട, പഞ്ചമാക്ഷരം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ അംകി മാത്ര കൊടുത്തു. ചണ്ട, ഗംഗ, ഇവിടെയൊക്കെ നമ്മൾ അംകി മാത്ര കൊടുത്തു. ഇവിടെ വംശ്, ഇവിടെ അംകി മാത്ര എന്തിനാ കൊടുത്ത? സ്വരാക്ഷരമാണ്. ഇവിടുത്തെ സ്വരത്തിന് മാത്രയ്ക്ക് വേണ്ടി സിമ്പലിന് വേണ്ടി ഉപയോഗിച്ചു, ഇവിടെ നമ്മൾ പഞ്ചമാക്ഷരത്തിന് വേണ്ടി ഉപയോഗിച്ചു. അങ്ങനെയാണ് അംകി മാത്ര ഇവിടെ വരുന്നത്. ഇവിടെ ചന്ദ്രബിന്ദു ഹിന്ദി ഭാഷയിൽ എവിടെയാണ്? ശിരോരേഖയ്ക്ക് താഴെ വരുന്ന വേർഡുകൾക്ക് ആ സിമ്പലുകൾക്ക് നമ്മൾ ചന്ദ്രബിന്ദു ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത്രയും മനസ്സിലായില്ല എല്ലാവർക്കും? നമ്മൾ ഇന്ന് പഠിച്ചത് പഞ്ചമാക്ഷർ, അനുസ്വാർ, അനുനാസികം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റുകൾ അയക്കണം. ഓക്കെ, താങ്ക് യു.